പ്രഭാസിന്റെ പ്രകടനം കൊണ്ട് കണ്ടിരിക്കാൻ പറ്റത്തില്ല. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് സൂപ്പറാണ്, പക്ഷെ ബോറാണ്, പക്ക ബോറാണ്. ജനുവനായിട്ട് പറഞ്ഞാല് ഒന്നുമില്ല പടം, വെറുപ്പിക്കുക. സത്യം പറയാൻ എനിക്കൊന്ന് പ്രഭാസ് അല്ല വേറെ ആരുണ്ട് അഭിനയിച്ചിരിക്കുന്നത്, എനിക്കത് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അതുപോലെ ചെയ്തിരിക്കുന്നത് എന്താണോ പറയുന്നില്ലേ? അതല്ല അത് മോഹക്ക് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയെന്ന് മനസ്സിലാവും. ഒരു ലോജിക്കും ഇല്ല. ഇന്റർവെല്ലൊക്കെ കുറെ സഹിക്കാൻ പറ്റും. അവസാനം കുറെ VFX ഒക്കെ എടുത്ത് ഞാനൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇന്റർവെൽ വരെ പ്രഭാസിനെ കൊണ്ട് മടുത്തു. അതുപോലെ ആയിരുന്നു കേട്ടോ. 3 മണിക്കൂർ സഹിച്ചിരുന്ന് പോയി എന്നെ ചെയ്യാനാ, പൈസ കൊടുത്ത് കയറിയില്ലേ പറയാൻ അത്രേ ഉള്ളൂ. ഒന്നും ഒരു ലോജിക്കില്ല പറയാനില്ലേ. എനിക്ക് ഒന്നും കള്ളം പറയേണ്ട കാര്യമില്ല. ഒന്നും പേടിക്കാൻ ചുമ്മാ കുറെ VFX ഒക്കെ എടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പൈസ മുടക്കാവുന്നതിന് മാക്സിമം മുടക്കിയിട്ടുണ്ട്. ഒരു എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ, ഇത്രേ ഉള്ളൂ. ഒന്നും എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. എന്റെ ലൈഫിൽ ഞാൻ അത്ര സിനിമ കണ്ടിട്ടില്ല. ടോർച്ചറിങ്ങി തിയേറ്ററിൽ ടോർച്ചറിങ് പടം പോരാ, അത്ര തന്നെ മതി. അല്ല 3 മണിക്കൂർ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ചിരഞ്ജീവിയൊക്കെ ചെയ്ത മറ്റു മനുഷ്യനായിട്ട് വധിക്കുക. അതൊക്കെ കാലമൊക്കെ കഴിഞ്ഞു പോയി. തെലുങ്ക് നല്ല പടങ്ങളൊക്കെ തെലുങ്കിൽ ഇറക്കാൻ തുടങ്ങി. എന്നിട്ടും ഈ പ്രഭാസ് ഇതുപോലെ സെലക്ട് ഒക്കെ ചെയ്താൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഒരു സെലക്ഷൻ ഇല്ലാതെ എടുത്തൊരു പടമാണ് എനിക്ക് തോന്നുന്നത്. അത് അൾട്ര ഫെയിലർ എന്ന് വെച്ചാൽ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന പോലെ തോന്നുന്നു. തെലുങ്ക് പടം നല്ല പടങ്ങളൊക്കെ എന്തേലും വന്നിട്ടുണ്ട്. ഒരു സെലക്ഷൻ ഇല്ലാതെ അഭിനയിച്ചു പ്രഭാസ്, അതാണ് പറ്റിയത്. ഭയങ്കരമായിട്ട് പൈസ മുടക്കിയിട്ടുണ്ട്. ഭയങ്കര പൈസ വാരി എറിഞ്ഞിരിക്കുക പൈസ. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. സാധാ ഒരു പഴയ തെലുങ്ക് പടം, ഒരു 80 കാലഘട്ടങ്ങളിലെ തെലുങ്ക് പടം കേട്ടോ എനിക്ക് തോന്നിയത്. ഒന്നുമില്ല പറയാനായിട്ട്. സഞ്ജയത്ത് പോലും പറയാനായിട്ട് നല്ലതില്ല. അത്ര ഫീൽഡാവും. കുറേ VFX ചെയ്തിട്ടുണ്ട്, കാശ് മുടക്കിയിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല.